ഭയങ്കര രസമായിട്ടുള്ളൊരു ഏരിയയിലാണ് കറക്റ്റ് വീടിനെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. മണ്ണിട്ട് ഇവിടെ പൊക്കിയേക്കുന്നതാണ് ഈ കണ്ടേക്കുന്ന വീടെന്ന് പറയുന്നത്. വീട് ഇച്ചിരി ഹൈറ്റിൽ ആവുമ്പോൾ തന്നെ എന്തായാലും ഒരു ലുക്ക് കൂടുതലും അല്ലേ? അതെ അതെ. ഫ്രണ്ടിൽ നിന്ന് ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി ആണെങ്കിൽ മറ്റേ സൈഡിൽ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് വീടിന് വലിപ്പം കൂടുതൽ തോന്നാൻ വേണ്ടി നമ്മൾ കാർ പോർച്ച് ഡിറ്റാച്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. അതിനെ ഷെയ്ഡ് വഴി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ ഏരിയയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട് താനും. എന്നാൽ എല്ലാവരും തമ്മിലൊരു കണക്റ്റഡ് ആണ് ഈ ഒരു സ്പേസിൽ. വീട് സിംഗിൾ സ്റ്റോറി ആണെങ്കിലും ഒരു ഡബിൾ സ്റ്റോറിയുടെ ഒരു ഫീലുള്ളൊരു ഇത് 2 നിലയുടെ ഒരു ഇത് തോന്നിപ്പിക്കാൻ വേണ്ടി ഇത് മണ്ണായതുകൊണ്ട് കുറച്ചുകൂടെ തണുപ്പ് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. എങ്ങാനും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ മറ്റേനേക്കാളും എളുപ്പമാണ്. സാധാരണ മതിൽ കെട്ടിത്തിരിക്കുന്നതിന് പകരം ചെടി തന്നെ നമുക്കൊരു മതിൽ പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. അതെ, വീട്ടുകാരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്ഥലം. ഫ്രണ്ട് എലിവേഷന് കുറച്ചുകൂടെ ആ ഒരു മനോഹരമാക്കുന്ന ഒരു വലിയൊരു എലമെന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്, ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിൽ കാണുന്നത്. നമ്മുടെ പഴയ കാലത്ത് ഇതുപോലെ ഇടയിൽ മാക്സിമം സൈസ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. മുമ്പോട്ടുള്ള കാഴ്ച അങ്ങനെ സ്പ്ലിറ്റായി പോകത്തുമില്ല. ഇത് വന്ന് തുറന്ന് കയറുന്നത് ഈ നമ്മുടെ ഫിക്സഡ് ഗ്ലാസിന്റെ മണ്ടയില്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കേരള ട്രോപ്പിക്കൽ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ വീടിന് മുമ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇത് ഏകദേശം പാലയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമുക്ക് ഇത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇഷ്ടിക ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലെ ആർക്കിടെക്ട് അമൽ ബ്രോയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം ടു ആർക്കിടോക്സ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അമൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഹായ്, ഞാൻ അമൽ, ഇഷ്ടിക ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. കോട്ടയം ബേസ്ഡ് ആണ് ഞങ്ങൾ. നമ്മളിപ്പം നിൽക്കുന്നത് പാലയ്ക്കടുത്ത് തെടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. തെടനാട്. ഇത് ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി സ്റ്റൈലുള്ള ഒരു വീടാണ്. 2700 സ്ക്വയർ ഫീറ്റിൽ താഴെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. 4 ബെഡ്റൂമാണ് ഇതിനുള്ള. ഒറ്റ നിലയിലാണ് മുഴുവൻ ചെയ്തേക്കുന്നത്. ഇത് എലിവേഷന് ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി തമിഴ്നാട്ടിൽ കണ്ടു കാണുമല്ലോ. നമ്മുടെ ഈ ഒരു വിഷ്വലൊക്കെ കാണുമ്പോഴും ഭയങ്കര രസമായിട്ടുള്ളൊരു ഏരിയയിലാണ് കറക്റ്റ് വീടിനെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെയാണ്, ഇത് ടോട്ടൽ എത്ര ഉണ്ടാവുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ 3 ഏക്കർ സ്ഥലമുണ്ട്. വീടിന് വേണ്ടി ഒരു 40 കറക്റ്റ് നമ്മൾ അളന്നെടുത്തിട്ടില്ല, നമ്മൾ നോക്കിയിട്ടുമില്ല, ഒരു 40% ഏകദേശം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഈ ഡ്രൈവേ എല്ലാം കൂടെ ഇതെല്ലാം കൂടെ കൂട്ടി വീടിനും മാത്രമല്ല എൻ്റെ ചുറ്റുപാടും അങ്ങനെ കറക്റ്റ് നോക്കിയിട്ടില്ല ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് ആദ്യം ഈ കിടക്കുന്ന ഹൈറ്റിലായിരുന്നു നമ്മുടെ ഈ ലെവലിൽ. അതെ, മൊത്തം പ്ലോട്ടും കിടന്നിരുന്നത് ചെറിയൊരു തോട്ടം പോലെയായിരുന്നു. അപ്പോൾ ഇതിന് വീടിൻ്റെ ഒരു എലിവേഷൻ്റെ ഭംഗിക്കും പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മുടെ വീടിരിക്കുന്ന ഭാഗം കുറച്ച് റേസ് ചെയ്തു. നമ്മുടെ മണ്ണിട്ട് ഇവിടെ പൊക്കിയേക്കുന്നതാണ് ഈ കണ്ടേക്കുന്ന വീടെന്ന് പറയുന്നത്. പിന്നെ നേരത്തെ നിന്ന കോണ്ടൂറിനോട് കുറച്ചൊക്കെ നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഒരു ഗ്രാജുവൽ സ്ലോപ്പിൽ തന്നെ നമ്മളിവിടെ മണ്ണ് ചായച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. വീട് ഇച്ചിരി ഹൈറ്റിൽ ആവുമ്പോൾ തന്നെ എന്തായാലും ഒരു ലുക്ക് കൂടുതലും അല്ലേ? അതെ അതെ. നമ്മൾ ഈ സൈഡിൽ നിന്ന് കാണുന്നത് എലിവേഷന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. എന്തായാലും അപ്പുറത്തെ സൈഡും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് 2 എലിവേഷനാണ് നമ്മുടെ വീടിന് നമ്മൾ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി ആണെങ്കിൽ മറ്റേ സൈഡിൽ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ആണ് നമ്മൾ പ്ലാൻ ചെയ്തെടുത്തേക്കുന്നത്. ആ സൈഡ് അല്ലേ? ആ സൈഡ്. ഓക്കെ. അപ്പോൾ ഇത് ആണല്ലോ മെയിൻ ഡ്രൈവേ. ഇതുവഴി തന്നെയാണല്ലോ വണ്ടികൾ പോയി കാർ പോർച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു കരിങ്കല്ല് പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ലില്ലേ, അത് കൊത്തിയെടുത്തേക്കുന്നത് നമ്മളിവിടെ ഇട്ടേക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇവിടുന്ന് സ്ഥിരമായിട്ട് ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ട് തെന്നൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇച്ചിരി ഗ്രിപ്പ് കൂടിയ സാധനമായിട്ട് തന്നെ. പിന്നെ അതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് എലഗന്റ് ആക്കാൻ വേണ്ടി സൈഡിൽ കുറച്ച് പെബിൾസും ഇതിനൊരു ബോർഡർ പോലെ കോട്ടയം നമ്മൾ കോട്ട സ്റ്റോണിന്റെ ഒരു ബോർഡർ. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കെല്ലാം പ്ലാസ്റ്റിക് ഗ്രൗട്ട് ഫില്ല് ചെയ്തേക്കാം. അത് തന്നെ ഗ്രൗട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ പെബിൾസിന്റെ ഒരു ഇതും പോയിട്ടുണ്ട്.
മെയിൻ കാണുന്ന ഗ്രീൻ ഏരിയ മുഴുവൻ പേൾ ഗ്രാസ് വെച്ച് അത് തന്നെ ഫില്ല് ചെയ്തേക്കുന്നു. പിന്നെ പഴയ മരങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് അല്ലേ? കുറേയൊക്കെ ഇത് വീടിന് വലിപ്പം കൂടുതൽ തോന്നാൻ വേണ്ടി നമ്മൾ കാർ പോർച്ച് ഡിറ്റാച്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. അതിനെ ഷെയ്ഡ് വഴി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ സൈസ് ഭയങ്കര വലുതായിട്ട് നമുക്ക് വീട് സിംഗിൾ സ്റ്റോറി ആണെങ്കിലും ഒരു ഡബിൾ സ്റ്റോറിയുടെ ഒരു ഫീലുള്ളൊരു അതെ അത് എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ എലിവേഷനിൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മളിത് 2 നിലയുടെ ഒരു ഇത് തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഷെയ്ഡ് മൊത്തത്തിൽ ഒരു ക്ലീൻ ലൈൻ പോലെ ഒരെണ്ണം അങ്ങ് കൊടുത്തു. ഹൈറ്റ് കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ സിറ്റ് ഔട്ട് അടക്കം ഷെയ്ഡ് മൊത്തത്തിൽ താത്തിയാണ് ലിൻഡൽ ലെവലിലാണ് വാർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈറ്റും നമ്മുടെ ഡബിൾ ഹൈറ്റിന് നോർമലി കൊടുക്കുന്ന അത്രയും പൊക്കം നമ്മൾ ഡബിൾ ഹൈറ്റിന് ഇവിടെ കൊടുത്തിട്ടില്ല. നോർമൽ വാർക്കേക്കാളും ഒരു 5 അടിയും കൂടെ പൊക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ലെവൽ താത്തി നമ്മൾ ചെയ്തത് കൊണ്ട് വിഷ്വലി അതൊരു 2ാമത്തെ നിലയുടെ ഫീല് നമുക്ക് പുറമേന്ന് തോന്നുന്നുണ്ട്. ശരി ശരി. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിൻ്റെ ആ ഒരു ലെവൽ തന്നെയാണ് ഷെയ്ഡ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്ത് പോയേക്കുന്നതും. ഈവൻ കാർപോർട്സിലോട്ടൊക്കെ ആയാലും ഒറ്റ ലെവലിൽ തന്നെ നിർത്തിയേക്കുക. അതിന് മുകളിൽ ജസ്റ്റ് ഈ ഗേബിൾ ഒരു ഫീലുള്ള ഇത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സൈഡിലൊക്കെ വന്നിട്ട് ആ ഒരു GIയുടെ ഒരു സ്റ്റീലിൻ്റെ ഒരു മെമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതൊരു ലുക്കിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇത് ഓട് വന്നിട്ട് നമ്മുടെ നോർമൽ ഓട് തന്നെ, സാധാരണ ഓട്. അത് ഈ പായലൊക്കെ പിടിച്ച് കിടക്കുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതെ, 2 കാരണമാണ് ഇത് കൊടുത്തേക്കുന്നത്. ഒന്ന്, ഇത് മണ്ണായതുകൊണ്ട് കുറച്ചുകൂടെ തണുപ്പ് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. എങ്ങാനും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ മറ്റേനേക്കാളും എളുപ്പമാണ്. സെറാമിക്കിനേക്കാളും എളുപ്പമാണ്. എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും ഈ ഓട്. ശരി. ഇത് ആക്ച്വലി സ്ലാബ് നമ്മൾ വാർത്തിട്ടുണ്ട് അല്ലേ? കുറേ ഭാഗത്ത് വാർത്തിട്ടാണ് ഓടിട്ടേക്കുന്നത്. നമ്മുടെ ഡബിൾ ലൈറ്റ് വന്നേക്കുന്ന ഭാഗങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് ഓടിടുകയാണ് ചെയ്തേക്കുന്നത്. ശരി. അവിടെ നിന്നുകൊണ്ട് കാണുന്നതിൻ്റെ ആ ഒരു ഭംഗിയിൽ വളരെ എൻഹാൻസ് ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഈ ഇട്ടേക്കുന്ന ഇതിൻ്റെ ഒരു കളർ അല്ലേ? ഈ കല്ലിൻ്റെ കളറും ഓടിൻ്റെ കളറും ഒക്കെ കൂടെ. അപ്പം പച്ചപ്പ് ഇത്, പിന്നെ ചെറിയൊരു ബോർഡറും പോയിട്ടുണ്ട്. 2 കളറിൻ്റെ ഒരു ബോർഡറൊക്കെ പോയിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് സ്ഥലമുണ്ട് അല്ലേ? മുറ്റം സ്ഥലമുണ്ട്. ഈ ഒരു സ്ഥലം കറക്റ്റ് ഒരു ഫ്ലാറ്റായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് അവിടുന്ന്. അതെ, അങ്ങനെയാണ് ഒരു ബാക്കി ഭാഗം നമ്മൾ സ്ലോപ്പിലായിട്ടേക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം കുട്ടികൾക്ക് ഓടി കളിക്കാനും നമുക്ക് നടക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പ്ലെയിനായിട്ട് ഇങ്ങനെ ഇങ്ങിട്ടേക്കുന്നതാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷേ സാധാരണ ഞാൻ വിചാരിച്ചു ഇതിൽ നടക്കുമ്പോഴായാലും താഴുമെന്ന്. പക്ഷെ അത്രയും ഒരിതുണ്ട് അല്ലേ? നല്ല ഫേമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സൈഡിലൊക്കെ ഒരു കലാറ്റിയുടെ ഒരു പ്ലാന്റ്സ് ഒക്കെ. അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചപ്പിൽ നിന്നല്ല ഇങ്ങോട്ട് കയറുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു വീട് എന്നു പറഞ്ഞ ഒരു വീട് കൊണ്ടുവന്ന് വേറൊരു സാധനം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഫീല് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു കണ്ടിന്യൂവേഷൻ പോലെ നല്ല സൈസുള്ള കലാത്തി, അത് വളർന്നു കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുമല്ലോ. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ടൈൽസ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ മുറ്റത്തിട്ടേക്കുന്ന പെബിൾസുമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതെ അതെ. അപ്പം ആ ഡ്രൈവ് വേയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവിടെ ബോർഡറിൽ കൊടുത്തേക്കുന്ന കടപ്പ അല്ലേ? അതെ അതെ, കടപ്പ തന്നെയാണ് ഇവിടെ ഒക്കെ വിരിച്ചിരിക്കുന്നത്. അത് നേരെ മെയിൻ എൻട്രൻസിന് നേർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റേ എലിവേഷൻ കൂടെ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് അമൽ പറഞ്ഞ ആ ഒരു കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഷെയ്ഡ് അല്ലേ? കാർ പോർച്ചിൽ കണക്ട് ചെയ്തേക്കുക. ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിൽ GIയിൽ തന്നെ ചെയ്തേക്കാണ്. ബോർഡറുകൾ മാത്രം കോൺക്രീറ്റ് പോയത്, ബാക്കി അങ്ങ് ഓടില്ല. 2 വീലറും 2 കാറും ഈസി ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സൈഡിലൊക്കെ ആയാലും ഒരു പാർട്ടീഷന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മതിൽ കെട്ടിത്തിരിക്കുന്നതിന് പകരം ചെടി തന്നെ നമുക്കൊരു മതിൽ പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിനെ ബേസ് ഇത് നമ്മുടെ ഫ്രണ്ടിലൊരു മുറ്റമുണ്ട്. അത് കൂടാതെ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൈവസിയിൽ നമുക്ക് വന്നിരുന്ന് വർത്താനം പറയാനും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഇച്ചിരി കുറച്ചുകൂടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ സാധനം നമ്മൾ ചെയ്തേക്കുന്നത്. വീട്ടുകാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സോണാണ്. അതെ അതെ, വീട്ടുകാരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്ഥലം. ഈ സ്ഥലം നമ്മുടെ വീടിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാവുന്ന പോലെയും കൂടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഡ്രോയിങ് റൂമിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്കും ഇത് കാണാം. നമ്മുടെ ഫാമിലി ലിവിങ്, ഡൈനിങ്, മാസ്റ്റർ ബെഡ്റൂം എല്ലായിടത്തും ഇങ്ങോട്ടൊരു വ്യൂ ഉണ്ട്. കുട്ടികളൊക്കെ കളിക്കുവാണെങ്കിലും എല്ലാവരുടെയും ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ ഒരു പാത്ത് വേ ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ആ ഒരു വീട്ടിലോട്ടുള്ള ഒരു ആക്സസ് പോലാണ് കൊടുത്തേക്കുന്നത്. ഇത് ഈ ഒരു സ്ട്രക്ചർ ആയാലും ഒരു പറകോള പോലെ GIയിൽ ചെയ്തേക്കാണ്. ഇവിടെ ഇനി ക്രീപ്പർ പോലും ക്രീപ്പർ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വളർന്ന് കയറി കർട്ടൻ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ മൊത്തം വളർന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് വരും. അപ്പം ഇതൊക്കെ എന്താ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെറോസ് ലാബിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ,
ആ അത് ചുമ്മാ എടുത്ത് പ്ലേസ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ മണ്ടയിൽ റെഡ് ഓക്സൈഡ് ചെയ്തേക്കുന്നതാണ്. മഴ വീണിച്ചിരി പോയിട്ടുണ്ട്. അതെന്ത് കട്ട് ചെയ്തു രണ്ടായിട്ട്? ഇത് ഇരിക്കുന്ന സാധനം. ആ ഓക്കെ, അത് അല്ലേ. ആ ഓക്കെ, അതിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുത്തേക്കാണല്ലേ. ഒരു ടെറാക്കാട്ട അതിന്റെ ഒത്ത നടുക്ക് ഒരു ക്ലേയുടെ ഒരു സാധനം കൂടെ വെച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം ഒരേ അത് തന്നെ ഇത് ഒരു ഫീല്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ വീട് കാണുന്നതിന് എൻറ്റയർലി വേറൊരു ഫീലാണ് അല്ലേ. ഇങ്ങോട്ട് കുറച്ചുകൂടി ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഇവിടുന്ന് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ എലമെന്റ്സ് ആണ് കൂടുതൽ നമ്മളിലേക്ക് കുറച്ചുകൂടെ വരാൻ പറ്റും. അതെ അതെ അതെ. തോന്നിക്കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് എലിവേഷൻ പോലെ തോന്നുകയും ചെയ്യും. ഒരു ലിവിംഗ് റൂം ഉണ്ട്, ഒരു സിറ്റ് ഔട്ട് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. വേറൊരു ഫേസ് ആണ് അത് തന്നെ. ഇത് അവരുടെ ഒരു പ്രൈവസി ഏരിയ തന്നെ എന്തായാലും പറയാം. സൈഡിൽ തന്നെ ഒരു ആമ്പലിൻ്റെ കുളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ മെയിൻ സിറ്റ് ഔട്ടിലോട്ട് കയറി അങ്ങനെ കയറാം. കളർ കോമ്പിനേഷൻസ് അങ്ങനെ അല്ലേ, ബോർഡർ കൊടുത്തേക്കുന്ന ചെടിയായാലും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ അറിയാം, നമ്മുടെ ഈ ടോപ്പ് ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ചെറിയ പെബിൾസ് അല്ലേ, ഇതും കല്ല് ഒരേ ലെവലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് നടക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഒരേ ലെവലിൽ തന്നെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ സിറ്റ് ഔട്ട് ആയാലും ടോട്ടൽ നല്ല വീതിക്ക് തന്നെ എടുത്തേക്കാണ് അല്ലേ. അതെ, സാധാരണ കേസിൽ നമ്മളൊരു വലിയ വരാന്തയെന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എൽ ഷേപ്പിലോ വല്ലോ അല്ലേ കൊടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഒരു വലിപ്പമുള്ള ബെഞ്ചൊക്കെ ഇട്ടിരിക്കാൻ പാകത്തിനൊരു സാധനവും കൊടുത്തു. ചെറിയൊരു എക്സ്റ്റെൻഡഡ് സിറ്റ് ഔട്ട് പോലെ ഒരു ഏരിയയും കൂടെ കൊടുത്തിട്ട് ആ ഭാഗത്തുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയിലൊരു ഭംഗിയും കിട്ടാനും ഒരു എല്ലാമായിട്ട് അവിടെ ഒരു കോർട്ടയാർഡ് ഏരിയയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു പ്രൈവസി ഉള്ള ഒരു ഏരിയ പോലെ അത് അല്ലേ. കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് അത് തന്നെ ആർക്കിടെക്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അത് തന്നെ. നമ്മളപ്പം ഇത് സിറ്റൗട്ടിന്റെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ലെപ്പോത്ര ഫിനിഷുള്ള ഗ്രാനൈറ്റ് പോയേക്കുന്നു, ബോർഡർ പോലെ പോയേക്കുന്നു. വീടിന്റെ അകത്ത് ഇട്ടേക്കുന്ന സെയിം ടൈൽസ് തന്നെയാണ് നമ്മൾ ഇവിടെ സിറ്റൗട്ടില്. ഇത് വലിയ എന്ത് സൈസ് വരുമായിരിക്കും ഇത്? 8x4. 8x4. ബ്രാൻഡ് വല്ല ഓർമ്മയുണ്ടോ? കജേറിയുടെ ആണ്. കജേരിയുടെയാണ്. കറക്റ്റ് ഓർമ്മയില്ല. ശരി. ത്രൂ ഔട്ട് ഈ ഭാഗത്തെല്ലാം വിൻഡോസ് പോയേക്കാണ് അല്ലേ. നമ്മൾ ഭാഗത്തോട്ട് അത്രയും ലൈറ്റും പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കോട്ടയാടിൻ്റെ അകത്താണേലും നമ്മൾ മാക്സിമം മെയിൻ്റനൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അധികം ഇല ശല്യം ഇല്ലാത്ത ഇത് നമ്മുടെ ചെമ്പകമാണ്. അധികം ഇല വീണ് പ്രശ്നമാവത്തില്ല. പിന്നെ ഇതിന്റെ ഹൈറ്റ് വെക്കുന്നതും ഒരു ലിമിറ്റ് ഉണ്ട്. ഭയങ്കര സമയം എടുത്തിട്ട് അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അതുകൊണ്ടാണ് ഈ സാധനം നമ്മളിവിടെ കൊടുത്തേക്ക്. മാത്രമല്ല ഇത് വളർന്നു നിന്നാലും അതിനൊരു ഫോം ഉണ്ട് ഒരു അല്ലേ. ഈ ഒരു റെയിൻ ചെയിനിൽ നിന്ന് വന്ന് നേരെ ജസ്റ്റ് വീണ് അങ്ങനെ പോലെ ഇത് ഒരു പിറ്റ് പോലെ ഉണ്ടാക്കി. വീടിരിക്കുന്ന പോർഷൻ ഒരു അല്പം റേസ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പം ഇതിന്റെ അടിയിൽ കൂടെ പൈപ്പ് വന്ന് നമ്മൾ സൈഡിലേക്ക് ഈ പൈപ്പ് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഒന്നും ഒരു തരത്തിലും ഇല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് പെബിൾസ് ഇട്ടോ ചെറിയ ചെടിയൊക്കെ ആക്കി ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ലിൻഡൽ ഹൈറ്റ് 210 അല്ല, 210-നേക്കാളും 225-ലേക്ക് നമ്മൾ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരൊറ്റ ഇതുമായിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ശരി. സീലിംഗിന് മാത്രം വേറൊരു ഗ്രേ ടോൺ ആണ് പോയേക്കുന്നത്. ബോർഡർ പോയിട്ടുണ്ട്, ഒരു വുഡന്റെ ഒരു വീടിന്റെ ഒരു ഫീലുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നുണ്ട്. മെയിൻലി എടുത്ത് കാണിക്കുന്ന ഫീച്ചറിൽ ഒന്നാണ് ഈ വലിയ വിൻഡോസ് അല്ലേ. ഈ ജനലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലീൻ ലൈൻസ് ആണ് ഫ്രണ്ടിൽ നമ്മൾ കൂടുതൽ കൊടുത്തേക്കുന്നത്. വെർട്ടിക്കൽ ലൈൻസിനെക്കാളും അതെ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നമുക്ക് പെട്ടെന്ന്. അപ്പം അതിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ അടിയിൽ ഫിക്സഡ് ഗ്ലാസ്സുമാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും ബെഞ്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതൊരിക്കലും തുറക്കാൻ പറ്റില്ല. ഇത് മുകളിലേക്ക് റേസ് ചെയ്യാവുന്ന പോലെയാണ്. സിറ്റൗട്ടിലാണേലും നമ്മൾ നിൽക്കുമ്പോൾ ഉള്ളതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെല്ലാം തന്നെ ടീക്കിലാണ് പോയേക്കുന്നത്, മുഴുവൻ തേക്കിലാണ്. ഇതെല്ലാം കസ്റ്റം ചെയ്ത് പണിയിപ്പിച്ചെടുത്തേക്കുവാണല്ലോ ഇതെല്ലാം. ഓക്കെ, സ്കേർട്ടിങ് എല്ലാം ഗ്രാനൈറ്റിന്റെ തന്നെ ഇതിൽ തന്നെ പോയേക്കുന്നു. ടീക്ക് ഫിനിഷിൽ തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തേക്കുന്നു. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം. ചുറ്റോട് ചുറ്റും വിൻഡോസ് അല്ലേ, എല്ലാ സൈഡിൽ നിന്ന് ലൈറ്റ് കയറുന്ന രീതിയിലുള്ള ഒരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിശാലമായ ഒരു മുറ്റത്തുനിന്ന് നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ഒരു അടഞ്ഞ ഫീലിംഗ് തോന്നാതിരിക്കാൻ വേണ്ടി ഇതിന്റെ 4 സൈഡിലും നല്ല മാക്സിമം വലിപ്പത്തിലുള്ള ജനലുകൾ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പം പ്ലേസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലെ കോർട്ട്യാർഡിലേക്ക് മാക്സിമം വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു വലിയ ജനൽ അവിടെയും കൊടുത്തു. ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഫ്രഞ്ച് വിൻഡോ അല്ലാത്ത ഒരു ജനൽ കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫയുടെ ബാക്ക് വരുന്നുണ്ടല്ലോ, അത് കാരണം പൊക്കം കുറച്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു 3 പാളി ജനലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ 4 പാളി ഉണ്ടാക്കി കഴിഞ്ഞാൽ 4 ഒരിക്കലും ഒരുമിച്ച് തുറന്നിടാൻ പറ്റത്തില്ലല്ലോ.
ഇങ്ങനെ തുറന്നിടാൻ പറ്റാത്ത സാധനങ്ങളുടെ വലിപ്പം കുറച്ചുകൂടെ കൂട്ടി അതിന് അടപ്പില്ല, ഡയറക്റ്റ് ഗ്ലാസ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. അനാവശ്യമായിട്ട് നമുക്ക് തടി കളയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തുറക്കാൻ പറ്റുന്നത് മാത്രം നമ്മളിങ്ങനെ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഫിക്സഡ് ഗ്ലാസ്. അപ്പം കൂടുതൽ വെളിച്ചം അകത്തേക്ക് വരും, കുറച്ചുകൂടി ഒരു വിശാലതയും നമുക്ക് തോന്നും. ഇതിൽ ഫ്രെയിംസ് ഒക്കെ വരുമ്പം പിന്നെയും അതിന്റെ ഏരിയ കുറയും, ഗ്ലാസ് ഏരിയ കുറവാണല്ലോ. അതെ അതെ, അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. തുറക്കുന്ന വിൻഡോസ് ചെറുതായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലാണ്, ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് തുറന്നിടാൻ പറ്റും. ഇതിന്റെ അകത്തൊരു ചെറിയൊരു ചെടിയൊക്കെ വെച്ച് ഒരു കോർട്ട്, അതിന്റെ ഭംഗി ആൾക്കാർക്ക് ആസ്വദിക്കാൻ പാകത്തിനാണ് നമ്മളിത് കസ്റ്റം മെയ്ഡ് ഇങ്ങനെ ഒരു സോഫ കൊടുത്തേക്കുന്നത്. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കളറുകൾ മാത്രം, അതിന്റെ ഇടയിൽ കുറച്ച് വുഡിന്റെ എലമെന്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ലിൻഡൽ ഹൈറ്റ് ഒരല്പം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഈ റൂമിന് കുറച്ചുകൂടെ ഒരു ബ്രോഡർ വലിപ്പം ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് അകത്ത് കയറുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ റൂം ഹൈറ്റും ഒരടി കൂടുതലായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സീലിംഗ് ഹൈറ്റ് അല്ലേ. അത് ഇപ്പം ഈ ഒരു ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പെരിഫറൽ വ്യൂവിൽ പോലും ആ സൈഡിലും ഗ്രീനറി ഉണ്ട്, ഇവിടും ചെറിയ അതിൻ്റെ എലമെൻറ്റ്, പിന്നെ ഈ സൈഡിലും നമ്മൾ കാണാണ്ട് കാണുമല്ലോ, മുറ്റമൊക്കെ ഭയങ്കര ലാൻഡ്സ്കേപ്പ്, ഗ്രീൻ ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഒരു ഗ്രീനിൻ്റെ ഇടയ്ക്ക് വളരെ സട്ടിലായിട്ടുള്ള ചില ബ്രൗൺ എലമെൻറ്റും അല്ലേ. അത് തന്നെ. നമ്മൾ ഈ മെയിൻ ഡോറ് തുറക്കുമ്പം ഇത് ലോങ് പാസേജ് പോലെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ വലിപ്പം കൂടുതൽ നമുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തേക്കുന്നത്. ഒരു വിശാലത ഭയങ്കരമായിട്ട് തോന്നും. എങ്കിലും നമുക്ക് ഡൈനിങ്ങിന്റെയോ ഫാമിലി ലിവിങ്ങിന്റെയോ ഒന്നും വിഷ്വൽസ് നമുക്ക് ഇതിൻ്റെ കിട്ടൂല. ഈ സോഫയിൽ ഇരിക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. നമ്മുടെ ആക്ടിവിറ്റീസ് അകത്ത് ചെയ്യുന്നത് ഈ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റൂല. വീടിന് ഇത്രയും പ്രൈവസി മാക്സിമം മെയിൻറ്റെയിൻ കിട്ടുന്നുണ്ട്. അതെ, നമ്മൾ മെയിൻ ഡോർ തുറക്കുന്ന ആ ഭാഗത്തെ ആ പാസേജ് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊരു ടൈൽ പാറ്റേൺ വെച്ചിട്ടുണ്ട് അല്ലേ. നല്ല സൈസിലുള്ള 4x2 ടൈൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലോറിൽ കാണുന്ന ആ ഒരു ടൈലിൻ്റെ കളറിൻ്റെ തന്നെ ഒരു സ്വല്പം ഡാർക്ക് ഷെയ്ഡാണ് കർട്ടൻസിൽ കൊടുത്തേക്കുന്നത്. ഈ റിപ്പിൾ ഡിസൈനുള്ള കർട്ടൻസിൽ പോയിരിക്കുന്നത് അതുമായിട്ട് സിമിലർ ടോണിൽ എന്നാൽ ഇച്ചിരി കൂടെ ഡാർക്ക് ടോണിലായിട്ടുള്ള ഒരു പെയിന്റ് ആണ്. ചേട്ടാ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര ബഹളമാക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു ചെറിയ കളർ കൊണ്ട് തന്നെ നമ്മൾ ഈ സീലിംഗ് അങ്ങ് ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഈ പാസേജിൽ നിന്ന് അടുത്ത ഒരു സ്പേസിലോട്ട് കയറുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു സീ ത്രൂ പർപ്പസ് ഉള്ള സ്റ്റോറേജ്. ഇത് സെമി കവേർഡ് ആണ്, ഞാൻ പറഞ്ഞില്ലേ അകത്തേക്ക് വിഷ്വൽസ് അധികം ഇങ്ങോട്ട് കിട്ടാത്ത രീതിയിൽ പകുതി മറിച്ചും പകുതി ഓപ്പണും ആക്കി ആണ് ഇത് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കുകയും ചെയ്യാം. അതേപോലെ അപ്പുറത്ത് നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു പ്രൈവസി നമുക്കിതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. പ്ലൈയിൽ ജസ്റ്റ് പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തെടുത്ത് നമുക്കിനി വീടിന്റെ ഹൃദയഭാഗത്തോട്ട് കിടക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് എന്ന് പറയുന്ന സ്ഥലം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തറവാട് വീടാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ വരും, പല 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 വിഷയങ്ങളും സംസാരിക്കാൻ ഇവർക്ക് കാണും. അതുകൊണ്ടാണ് സാധാരണ ഒരു വീടുകളിൽ ഒരു ഹോളായിട്ടാണല്ലോ ഇടുന്നത്. അതിന് പകരമായിട്ട് ഓരോ സ്പേസും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കാരണം കുറേ ആൾക്കാർക്ക് അവിടെ ഇരുന്ന് ഒരു ടോപ്പിക്ക് സംസാരിക്കാം, ഇവിടെ ഇരുന്ന് വേറെ സംസാരിക്കാം, അവിടെ ഇരുന്ന് വേറെ സംസാരിക്കാം. ഒരുപാട് സംസാരിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അതിനായിട്ടാണ് ഇതിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഫാമിലി ലിവിങ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫാമിലി ലിവിങ് ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. അപ്പം ഇവര് ഒരുപാട് ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കുറേ കാര്യങ്ങൾ. ഈ വീട്ടിൽ ഇവിടെ ഒരു ബിഷപ്പുണ്ട്, അപ്പം സ്വാഭാവികമായിട്ടും വലിയ വലിയ പ്രാർത്ഥനകൾ കാണും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നടക്കുമ്പം ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ മുറ്റവും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ അങ്ങ് എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഹൈറ്റ് ഡബിൾ ഹൈറ്റിലും കൂടുതൽ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെ, അത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞില്ലെന്നോ 2 നില പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ. ശരിക്കും ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സാധാരണ വീടുകളെക്കാളും അധികം ഹൈറ്റ് കൂടുതൽ കൊടുത്തിട്ടില്ല. വാർക്കയിൽ നിന്ന് 5 അടി മാത്രമേ നമ്മൾ പൊക്കം കൂടുതൽ കൊടുത്തിട്ടുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യേണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈറ്റ് കൂടുതൽ കൊടുത്തു. ഇതാണ് നമ്മുടെ പ്രേയറിന്റെ ഒരു സംഭവം. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജനലുകളെല്ലാം പണിത് കഴിഞ്ഞ് മിച്ചം വന്ന തടി, അതാണ് ഈ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കയറിയിരിക്കും. നമ്മളിപ്പം ബേ വിൻഡോയിൽ നോക്കുവാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള പോലെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളില് ഓട്, അത് 2 ലെയർ ഓടാണ്. മുകളില് നമ്മുടെ മേച്ചിൽ ഓട്, നോർമൽ ടെറാക്കോട്ട ഓടും, അതിന്റെ അടിയിൽ സീലിംഗിന്റെ ഓടുമാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കുറെ ഒരു പരിധി വരെ നമുക്ക് ചൂട് കുറയ്ക്കാം. പിന്നെ എക്സ്ട്രാ വെന്റിലേഷന് വേണ്ടിയാണ് നമ്മളിവിടെ ഇവിടെ തന്നെ വെൽഡ് ചെയ്തുണ്ടാക്കിയ
നോർമൽ GI പൈപ്പ് വെച്ചുണ്ടാക്കി ഗ്ലാസ് തന്നെയാണ്. ഫിക്സഡ് ഗ്ലാസും കാറ്റ് കയറി ഇറങ്ങാൻ വേണ്ടി ലൂവർ പാറ്റേണിൽ കുറേ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഫിക്സ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂട് കയറി ഇറങ്ങുന്ന ആ ഒരു സംഭവം ഉണ്ടാവത്തില്ല. അതിനുവേണ്ടിയാണ് കുറേ ഭാഗത്ത് ലൂവേഴ്സ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് എലിവേഷന് കുറച്ചുകൂടെ ആ ഒരു മനോഹരമാക്കുന്ന ഒരു വലിയൊരു എലമെന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്, ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിൽ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ആ ഒരു കോർട്ട്യാർഡിലേക്കുള്ള ഒരു വ്യൂവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലേ? കൂടുതൽ സംസാരവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് അങ്ങോട്ട് ശരിക്കും ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഫാമിലി ലിവിങ്ങിന്റെ വലിപ്പം മുറ്റത്തോളം വലുതാവും. അതെ അതെ, ഇരിക്കാനും സംസാരിക്കാനും ഉള്ള ആ ഒരു ഏരിയക്കാണ് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഏരിയയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട് താനും, എന്നാൽ എല്ലാവരും തമ്മിലൊരു കണക്റ്റഡ് ആണ് ഈ ഒരു സ്പേസിൽ. നമ്മുടെ ഫാമിലി ഡ്രോയിങ് റൂമിൽ നിന്ന് ഗസ്റ്റ് വരുമ്പം ഡൈനിങ്ങിനൊരു പ്രൈവസി കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് സെൻറ്റർ ഭാഗം നമ്മൾ കട്ട തന്നെ വെച്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് സെമി ഓപ്പൺ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് ചെറുതായിട്ടൊരു വിഷ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷൻ കിട്ടുന്ന രീതിയിൽ പ്രൈവസിയും കിട്ടും, എന്നാൽ ഒരു തുറവയാണ്. ഇത് നമ്മുടെ ബെഡ്റൂം ഏരിയകളിലേക്ക് പോകുന്ന ഒരു പാസേജാണ്. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഹൈറ്റ് കുറഞ്ഞ ഹൈറ്റിലോട്ട് തന്നെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്. ഇവിടെ ഫിക്സ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഏരിയയിൽ മാത്രമാണ് ഓപ്പൺ ചെയ്യുന്ന വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മേജർ പോർഷനും ഫിക്സ്ഡ് തന്നെയാണ്. ഇത് നമ്മുടെ പഴയ കാലത്തെ ഇതുപോലെ ഇടയിൽ ആ വ്യൂവിനൊരു തടസ്സം വരാത്ത രീതിയിൽ മാക്സിമം സൈസ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. മദർ ആൻഡ് ചൈൽഡ് ലോക്കിംഗ് സെറ്റപ്പ് പോലെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ലോക്ക് രണ്ട് പാളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് മാക്സിമം വെട്ടവും വരും, മുമ്പോട്ടുള്ള കാഴ്ച അങ്ങനെ സ്പ്ലിറ്റ് ആയി പോകത്തുമില്ല. ഇത് വന്ന് തുറന്ന് കയറുന്നത് ഈ നമ്മുടെ ഫിക്സഡ് ഗ്ലാസിന്റെ മണ്ടയില്. അതുകൊണ്ടാണ് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ പാസേജിന്റെ ഈ എൻഡിലാണ് നമ്മുടെ ചെറിയ അയണിങ് ടേബിളും സാധനങ്ങളും എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് പെട്ടെന്ന് നമ്മുടെ ഹോളിൽ നിന്ന് കാണത്തുമില്ല, എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് അക്സസിബിളും ആണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് തന്നെ വെക്കുന്നു. ഇത് എന്താണ് വേറൊരു ബെഡ്റൂമാണ്, മറ്റൊരു ബെഡ്റൂമാണ്. ഓക്കെ, നമുക്കിനി അവിടെ വേറെ രണ്ട് ബെഡ്റൂമും കൂടെ ഉണ്ട് അല്ലേ? ഈ സ്ഥലമാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പൊ അച്ഛൻ അമ്മ മക്കളൊക്കെ ആണെങ്കിലും കൂടുതൽ ഈ ഒരു ഇതിലൊക്കെ ഇരുന്ന് ബേസിക്കലി ഈ വീടിന്റെ എല്ലാ സ്ഥലങ്ങളും ഈ സ്ഥലവുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ബേ വിൻഡോ ഇതെന്താ സംഭവം? ഓൾറെഡി 8 സീറ്റർ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെയുണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ ഒരു സ്ഥലം പോലെയാണ് ഈ ഡൈനിങ് ഇവിടെ ഈ സാധനം കൊടുത്തേക്കുന്നത്. പ്രയറിന്റെ ഒക്കെ ഒരു ടൈമിൽ കൂടുതൽ ആളുകളൊക്കെ വരുമ്പോൾ ഉള്ള ഫുഡ് കഴിക്കാനും അല്ലേ. പിന്നെ ഇത്രയും വലിയ ജനൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സൈസ് ഭയങ്കര കൂടുതലുള്ള ഒരു ഫീലിംഗും നമുക്ക് കിട്ടും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ എവിടെ നിന്ന് കഴിഞ്ഞാലും 4 സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അടുക്കളയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ ആ ബേ വിൻഡോയുടെ ഒരു വലിയ ജനൽ നിൽക്കുന്ന കണ്ടില്ലേ? അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടില് മുറ്റത്ത് എന്താണ് നടക്കുന്നതെന്നും ഡ്രോയിങ് റൂമിൽ എന്താണ്, ഇവിടെ നിന്ന് ചെറിയ ഒരു അതെ 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 ശരിക്കും കാണാൻ കേട്ടോ. നമുക്ക് നോക്കണ്ട എന്താണ് ഫ്രണ്ടിൽ നടക്കുന്നത് ഇവിടെ നിന്ന് തന്നെ. എന്നാൽ നമ്മൾ ഇവിടെ എല്ലാം മറച്ചിട്ടുണ്ട് താനും, പക്ഷെ കാണേണ്ട രീതിയിൽ അതിന്റെ ഒരു അലൈൻമെന്റിലാണ് ഇതിന്റെ ഒരു ഡോറ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. അവിടുന്ന് നേരെ പെട്ടെന്ന് കാണാനും പറ്റുകയില്ല, എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ താഴെ കൂടെ പോകുന്ന ഓട്ടോയും ഒക്കെ കാണാം, വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഒരു പാർട്ടീഷന്റെ ഈ ഒരു സൈഡാണ് TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ബ്രിക്ക് വെച്ചേക്കുന്നതിന്റെ ബാക്കിലായിട്ട് പാനൽ ചെയ്ത് TV കൊടുക്കും. പിന്നെ ഈ ഒരു ഡൈനിങ്ങിന്റെ ഏരിയയിൽ കുറച്ച് മാറിയാണ് നമുക്ക് വാഷ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു നാനോ വൈറ്റ് മെറ്റീരിയൽ കൗണ്ടർ ടോപ്പായിട്ട് ഇതിന്റെ ടോപ്പായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ ടോപ്പായിട്ടുള്ള രീതിയിലാണ് ഇവിടെ വാഷ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി ആയിട്ടുള്ളൊരു ടൈലും കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്കിനി ഇതാണ് കിഡ്സ് ബെഡ്റൂമാണ്. നമുക്ക് കിഡ്സ് ബെഡ്റൂം കണ്ടിട്ട് വരാം. കിഡ്സ് ബെഡ്റൂം നമ്മൾ ആവശ്യത്തിനുള്ള സൈസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 13-11 ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇടയില്ലായ്മ ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഫേർണിച്ചർ ലേഔട്ട് മൊത്തം പ്ലേസ് ചെയ്തേക്കുന്നത്. ആ 13 എന്ന് പറയുന്ന ആ ഒരു നീളത്തെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് കട്ടിൽ അവിടുന്ന് ഇങ്ങനെ
വരുന്ന പോലെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാർഡ്രോബും ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ഇവിടെ ടേബിൾ റൈറ്റ് ചെയ്യാൻ. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ സർക്കുലേഷൻ സ്പേസ് ആയിട്ട് ആവശ്യത്തിലധികം ഇട കിട്ടുന്നുണ്ട്. ഈ 11:30 ആ ഒരു കൺജഷൻ ഇതിന്റെ അകത്ത് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ഇവിടെ അപ്പുറവും ഇപ്പുറവും തന്നെ 2 സൈഡ് ടേബിൾ ഒക്കെ കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഹെഡ് സ്പേസ് ആയിട്ട് വരുന്നിടത്തൊരു ജനലുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിലും ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോസിന്. ഇവിടെ ആ ഒരു ബെഡ്റൂമിന്റെ ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇത് 2 ബെഡ്റൂമിന്റെ ഇടയിലായിട്ട് ഒരു ചെറിയൊരു കോർട്ടയാർഡ് പോലൊരു ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ ആണ് ഈ റൂമിൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് വേറൊരു റൂം കൂടെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത ബെഡ്റൂം അല്ലേ, 4ാമത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇത് മറ്റേ ബെഡ്റൂമുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സൈസ് ഉണ്ട്. അതുപോലെ ഒരു വാർഡ്രോബ് സ്പേസ് ആയിട്ട് വേറൊരു രീതിയിൽ കൊടുത്ത്. അതെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ നടുക്കുള്ള മുറ്റത്തിന് ചുറ്റുമായിട്ടാണ് മെയിൻ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഈ ബേ വിൻഡോയിലിരുന്ന് നമ്മുടെ ഈ മുറ്റം ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ജനലുകളുടെ അലൈൻമെൻറ്റും നമ്മൾ കൊടുത്തേക്കുന്ന എങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് നമുക്കൊരു ഡയറക്റ്റ് വിഷൻ ഉണ്ട് നമുക്ക്. പിന്നെ ഈ റൂമിൽ നിന്ന് ഇതിൻ്റെ 3 സൈഡിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 3 സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കോർണറിലായിട്ടാണ് ടേബിളും വാർഡ്രോബും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഡ്രസ്സിങ് റൂമിൽ നമ്മൾ മുകൾ വശം കുറച്ച് താത്ത് വാർത്ത് ഒരു അഡീഷണൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് വാഷ്റൂമും ഒക്കെ കൊടുത്ത് അങ്ങനെ അറ്റാച്ച് ചെയ്ത് അങ്ങനെ ചെയ്തേക്കുന്നു. ഇവിടെ നമ്മൾ മെറൈൻ പ്ലേയിൽ ലാമിനേഷൻ ഒട്ടിച്ചേക്കുന്നതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ ബേ വിൻഡോ ഏരിയയിൽ നമ്മൾ ചെയ്തേക്കുന്ന PVC ഗ്രൂസും തടി കൊണ്ടുള്ള സീറ്റിംഗ് ഏരിയയാണ്. ഫ്ലൂട്ടഡ് പാനലിംഗ് പോലെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്നു. പിന്നെ വാഷ്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഭിത്തിക്കകത്തേക്ക് കയറ്റാതെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്ക് സ്ഥലവും കിട്ടും. അതിന്റെ മുകളിലായിട്ടാണ് വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു നീഷ് സ്പേസ് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന ഭാഗത്ത് നീഷ് കൊടുത്തേക്കുന്നതിനനുസരിച്ച് നമുക്ക് സോപ്പോ സാധനങ്ങളും ഒക്കെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ടൈലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഉണ്ട്. പിന്നെ അവിടെ ഒരു കുറച്ച് ഗ്രൂസ് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ എനിക്കൊന്ന് കാലൊക്കെ വരയ്ക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്കിനി കിച്ചൺ ആണല്ലേ. കിച്ചണ് പിന്നെ ഓപ്പൺ എന്നുള്ളൊരു കൺസെപ്റ്റ് പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ചെറിയൊരു മറയുണ്ട്, എന്നാൽ അല്ലേ ഡോറും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പാനലിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്തെടുത്തേക്കും. ഒരു വൈറ്റ് ഗ്രേ ടോണിലോട്ട് പോയിട്ടുണ്ട്. ടൈൽസ് തന്നെ കൊടുത്തേക്കും. പിന്നെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് പോയിട്ടുള്ളതും ടൈൽ തന്നെ കട്ട് ചെയ്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ അങ്ങനെ ചെയ്ത് പോയിരിക്കുകയാണ്. ഇതൊരു പെപ്പർ ഇല്ലേ, ഒരു പെപ്പർ ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഹൈറ്റിലോട്ട് ഈ കപ്പോർട്സ് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഹൈറ്റിൽ നിൽക്കുകയും ചെയ്യും എന്ന ഈ ഒരു വിഷൻ അല്ലേ, നല്ലൊരു കൺസെപ്റ്റാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഫുഡ് ആൻഡ് ഹോബ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ സ്റ്റോറേജും ഒരു 3 സീറ്റർ ആയിട്ടുള്ള രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വർക്കിംഗ് കിച്ചണും പോയിട്ടുണ്ട് അല്ലേ. വർക്കിംഗ് കിച്ചണും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വർക്കിംഗ് കിച്ചൺ തന്നെയാണ്. സെയിം ഫിനിഷ് തന്നെയാണ്, അപ്പുറത്തെ സെയിം ഫിനിഷ് തന്നെ ഇങ്ങോട്ടും. പുറത്തോട്ട് വാർത്തെടുത്തേക്കുന്ന നമുക്ക് 2 ടീം കൂടെ കൂടുതൽ ഇടയാണ്. കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാസ്തുപ്രകാരമുള്ള ചുറ്റളവ് നമുക്ക് മാറാതെ നമുക്ക് വലിപ്പം കൂട്ടിയെടുക്കാം. ഓക്കെ, ആ വാസ്തു റിലേറ്റഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് പോലെ അങ്ങനെ തന്നെയാണ് തൊട്ടപ്പുറത്ത്.